ഒരു ഡിവോഴ്സിയാണെന്ന് താൻ എപ്പോഴും അഭിമാനത്തോടെ പറയാറുള്ള കാര്യമാണ്. ഇപ്പോഴും മുൻ ഭർത്താവിനോട് താൻ സംസാരിക്കാറുണ്ട്. ഇത് നടി ശ്വേത മേനോന്റെ വാക്കുകളാണ്. ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത അഭിനേത്രിയാണ് ശ്വേത മേനോൻ. ഈ പറഞ്ഞതുപോലെ തനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്വേത മേനോൻ എപ്പോഴും തുറന്ന് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ശ്വേതയുടെ പേര് വിവാദത്തിൽ പെട്ടിട്ടുമുണ്ട്. അതൊന്നും തന്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്നില്ല എന്ന് ശ്വേത മേനോൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോഴിതാ വിവാഹമോചനത്തെക്കുറിച്ച് ശ്വേത മേനോൻ പറഞ്ഞ വീഡിയോ വീണ്ടും വൈറലായി മാറിയിട്ടുണ്ട്. ഒരു ടെലിവിഷൻ ഷോയിലാണ് താനിപ്പോൾ മുൻ ഭർത്താവുമായി സൗഹൃദത്തിലാണെന്ന് ശ്വേത മേനോൻ പറയുന്നത്. റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയോട് സംസാരിക്കുകയായിരുന്നു ശ്വേത. താൻ എപ്പോഴും എല്ലാവരോടും ഭയങ്കര പ്രൗഡായിട്ട് പറയാറുണ്ട് താനൊരു ഡിവോഴ്സിയാണെന്ന്. താനിത് പറയുമ്പോൾ ആൾക്കാർ കരുതും ശ്രീയുടെ കൂടെയാണ് ഡിവോഴ്സ് ആയതെന്ന്. ശ്രീയുടെ കൂടെയല്ല, ഞങ്ങളിപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു. തനിക്ക് അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് ദൈവം തന്നത് വലിയൊരു ഭാഗ്യമാണെന്നും വിവാഹമോചിതയായി എന്ന് പറയുന്നതിൽ താൻ വളരെ അഭിമാനിക്കുന്നു. ഇന്നും താൻ തന്റെ എക്സ് ഹസ്ബൻഡിനോട് സംസാരിക്കാറുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. രണ്ടുപേർ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന സാഹചര്യത്തിൽ വേർപിരിയുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ശ്വേത മേനോൻ പറയുന്നത്. ഇതാദ്യമായല്ല ശ്വേത ഡിവോഴ്സിനെ കുറിച്ച് ഇത്തരത്തിൽ തുറന്ന് സംസാരിക്കുന്നത്. ഇതിനു മുൻപും പലപ്പോഴും ശ്വേത വിവാഹമോചനത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. 2004 ബോബി ബോൺസ്ലെയുമായുള്ള ശ്വേതയുടെ ആദ്യ വിവാഹം കഴിഞ്ഞത്. 2007 ഇവർ വേർപിരിക്കുകയും ചെയ്തു. തുടർന്ന് 2011 ശ്രീവത്സൻ മേനോനുമായുള്ള വിവാഹവും നടന്നു. ആ ബന്ധത്തിലാണ് സബീന എന്ന മകൾ ശ്വേതയ്ക്ക് പിറന്നത്. ഇപ്പോൾ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ശ്വേത മേനോൻ. അതേസമയം ബിക്കിനി വേഷത്തിലും അല്ലാതെയുമായി ഗ്ലാമറസ് ലുക്കിലൊക്കെ അഭിനയിക്കാൻ തീരെ മടിയില്ല എന്ന് ശ്വേത പലപ്പോഴും പറയാറുണ്ട്. മുൻപ് കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ച ഇന്ത്യയിലാകെ തരംഗമായി മാറിയിരുന്നു ശ്വേത. ഇനിയും അത്തരം അവസരങ്ങൾ വന്നാൽ തനിക്ക് മടിയില്ല എന്നാണ് ശ്വേത പറയാറുള്ളത്. ബോളിവുഡിൽ അഭിനയിച്ചപ്പോഴും ഗ്ലാമറസ് വേഷങ്ങളാണ് താൻ കൈകാര്യം ചെയ്തിരുന്നതെന്നും ഒരിക്കലും ആളുകളെ പേടിച്ച് വസ്ത്രധാരണ രീതി താൻ മാറ്റിയിട്ടില്ല എന്നും ശ്വേത പറയുന്നു. ഹോട്ട് ലുക്കിൽ എന്നും അഭിമാനിച്ചിരുന്ന ആളാണ് താൻ. കേരളത്തിൽ വന്നിട്ട് ഗ്ലാമറസ് ആകാൻ താൻ കുറച്ച് ബുദ്ധിമുട്ടിയെന്നും ശ്വേത മേനോൻ പറയുന്നു. മോഡലിംഗ് രംഗത്ത് നിന്നും വെള്ളിത്തിരയിലെത്തിയ താരമാണ് ശ്വേത മേനോൻ. മലയാളത്തിന്റെ പ്രിയനടൻ മമ്മൂട്ടി നായകനായി എത്തിയ അനശ്വരമായിരുന്നു ശ്വേതയുടെ ആദ്യ സിനിമ. പിന്നീട് ബോളിവുഡ്, തെലുങ്ക്, തമിഴ് സിനിമകളിലും ശ്വേത അഭിനയിച്ചു. രതി നിർവേദം, കളിമണ്ണ് പോലെയുള്ള സിനിമകൾ ചെയ്ത വിമർശനങ്ങളും നേരിട്ടു. മലയാളത്തിൽ പാലേരി മാണിക്യം, രതി നിർവേദം, സോൾട്ട് ആൻഡ് പെപ്പർ മുതലായ സിനിമകളിലും താരം ഭാഗമായി. ബിഗ് ബോസ് സീസൺ 1 ഏറെ ശ്രദ്ധ ആകർഷിച്ച മത്സരാർത്ഥി കൂടിയായിരുന്നു ശ്വേത മേനോൻ. സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിൽ കൂടിയും അവതാരകയായും റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും ഒക്കെ ശ്വേത മേനോൻ എത്താറുണ്ട്. ക്വീൻ എലിസബത്താണ് ശ്വേത മേനോൻ അഭിനയിച്ച ഒടുവിൽ റിലീസായ ചിത്രം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.